വലിയ കൊട്ടിഘോഷങ്ങളോടെയും ആർഭാടങ്ങളോടെയും UDF സർക്കാർ പ്രഖ്യാപിച്ച KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനി ആളെ പറ്റിക്കലാണെന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയ നിറയെ. സ്ത്രീകൾക്ക് ലഭ്യമായിരുന്ന 3600 കോടി രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അട്ടിമറിച്ച് വെറും 800 കോടി രൂപയുടെ പരിമിതമായ ഒരു പദ്ധതി കൊണ്ടുവന്ന് സ്ത്രീകളെ പറ്റിക്കുകയാണ് സതീശനും കൂട്ടരുമെന്നാണ് പരക്കെയുള്ള ആക്ഷേപം. ഭരണകൂടത്തിന്റെ ഈ ജനദ്രോഹ നയങ്ങൾക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലും കടുത്ത വിമർശനമാണ് ഉയരുന്നത്. നിലവിൽ 18 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഉള്ളതും അർഹരായ എല്ലാവരും ചേരുമ്പോൾ 30 ലക്ഷത്തോളം സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം ഉറപ്പു നൽകിയിരുന്നതുമായ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി UDF അധികാരത്തിലെത്തിയതോടെ നിർത്തലാക്കുകയാണ് ഉണ്ടായത്. ഇതിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഗോപകുമാർ മുകുന്ദൻ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ച വിമർശനങ്ങൾ UDF സർക്കാരിന്റെ കപടമുഖം തുറന്നു കാട്ടുന്നതാണ്. വർഷത്തിൽ 3600 കോടി രൂപ സാധാരണക്കാരായ സ്ത്രീകളുടെ കൈകളിലേക്ക് നേരിട്ടെത്തിച്ചിരുന്ന സാർവത്രിക പദ്ധതി അവസാനിപ്പിച്ചാണ് അതിന്റെ 1/3 മാത്രം തുക ചെലവഴിച്ചുള്ള പ്രിയദർശിനി ഗിമ്മിക്ക് സതീശൻ കൊണ്ടുവന്നിരിക്കുന്നത്. യാത്ര ചെയ്യുന്നവർക്ക് മാത്രം, അതും KSRTCയിലെ പരിമിതമായ സർവീസുകളിൽ മാത്രം ലഭ്യമാകുന്ന ടാർഗറ്റഡ് സോഷ്യൽ വെൽഫെയർ രീതിയാണിത്. ധവളപത്രം മുന്നോട്ട് വെക്കുന്ന ഈ നവ ലിബറൽ നയം തന്നെയാണ് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിലും ഇവർ നടപ്പിലാക്കാൻ പോകുന്നത്. സർക്കാരിന്റെ പൊള്ളയായ അവകാശവാദങ്ങൾ അനർത്ഥമാക്കും വിധം ഏറെ കൊട്ടിഘോഷിച്ച് ഓടിത്തുടങ്ങിയ പ്രിയദർശിനി ബസ്സുകളിലൊന്ന് ഉദ്ഘാടന ദിവസം കട്ടപ്പുറത്താവുകയും ചെയ്തു. കൊല്ലത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്ത കുണ്ടറ കായംകുളം ബസ്സാണ് കൊല്ലം രാമേശ്വരം ക്ഷേത്രത്തിന് സമീപമെത്തിയപ്പോൾ എയർ ലീക്കായി വഴിയിൽ കിടന്നത്. ബസ്സിലുണ്ടായിരുന്ന 25ഓളം യാത്രക്കാർ ഇതോടെ വഴിയിലാവുകയും പിന്നീട് വന്ന മറ്റൊരു ബസ്സിൽ കയറി യാത്ര തുടരുകയും ചെയ്തു. പണിമുടക്കുന്ന KSRTC ബസ്സുകൾ വെച്ച് സ്ത്രീകളെ സൗജന്യ യാത്രയ്ക്ക് ക്ഷണിക്കുന്ന UDF നിലപാടിനും വൻ പരിഹാസ്യമാണ് വന്നിരിക്കുന്നത്. അതിനിടെ കൊല്ലത്തെ ഉദ്ഘാടന വേദി നാടകീയമായ രംഗങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ വിതരണം ചെയ്ത ചൂട് പായസം മന്ത്രി ബിന്ദു കൃഷ്ണയുടെ തലയിലേക്ക് മറിഞ്ഞു വീണു. ഒപ്പമുണ്ടായിരുന്നവർ പെട്ടെന്ന് തന്നെ പായസം തുടച്ചു നീക്കിയതുകൊണ്ട് മന്ത്രിക്ക് വലിയ രീതിയിലുള്ള പൊള്ളലേറ്റില്ല. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടക്കുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി VD സതീശനെ വെട്ടിച്ച് തൃശൂരിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. ദേവസ്വം സ്പെഷ്യൽ പ്ലീഡർ നിയമനത്തിൽ VD സതീശനോടുള്ള കടുത്ത അതൃപ്തിയാണ് ചെന്നിത്തലയുടെ ഈ ഓവർടേക്കിംഗ് നയത്തിന് പിന്നിലെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകിയ സൂചന. പ്ലീഡർ നിയമനത്തിൽ KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയും വിശദീകരണം നൽകണമെന്ന ചെന്നിത്തലയുടെ നിലപാട് UDFിലെ ആഭ്യന്തര കലഹം വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാക്കുമെന്നുറപ്പാണ്. UDF സർക്കാർ സ്ത്രീ സുരക്ഷയും സൗജന്യങ്ങളെയും കുറിച്ച് വാചാലരാകുമ്പോൾ തന്നെ KSRTC സ്റ്റാൻഡിൽ വെച്ച് ഒരു സ്ത്രീ ക്രൂരമായി മർദ്ദിക്കപ്പെട്ട വാർത്തയും പുറത്തു വന്നു. പത്തനംതിട്ട അടൂർ ബസ് സ്റ്റാൻഡിൽ ഭിക്ഷാടനത്തിനെത്തിയ സ്ത്രീയെ സൂപ്പർവൈസിംഗ് ചുമതലയിലുണ്ടായിരുന്ന KSRTC ജീവനക്കാരൻ വടികൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയാണ് ഉണ്ടായത്. ഭിക്ഷാടന നിരോധന മേഖലയായതിനാലാണ് സ്ത്രീയെ അടിച്ചതെന്ന പോലീസിന്റെ ന്യായീകരണം ജനങ്ങളിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കുന്നത്. മർദ്ദനമേറ്റ സ്ത്രീ പോലീസിൽ പരാതി നൽകുകയും അടൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. സ്ത്രീകളുടെ അവകാശങ്ങളും പെൻഷനുകളും കവർന്നെടുത്ത് പണിമുടക്കുന്ന ബസ്സുകളുമായി PR സ്റ്റണ്ടുകൾ നടത്തുന്ന UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിൽ കടുത്ത ജനരോഷം ഉയരുമെന്നത് വ്യക്തമാണ്.